തിരുവാലി പഞ്ചായത്തിൽ നിന്നും സീനിയർ ക്ലർക്ക് തസ്തികയിൽ നിന്നും വിരമിച്ച ടി.വി. കൃഷ്ണകുമാറിന് ഭരണസമിതി അംഗങ്ങളും സഹപ്രവർത്തകരും യാത്രയയപ്പ് നൽകി. പോരൂർ സ്വദേശിയായ ഇദ്ദേഹം 2 തവണയായി 6 വർഷക്കാലം തിരുവാലിയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രസിഡന്റ് സുമാ താര്യൻ അധ്യക്ഷത വഹിച്ചു. അപ്പോൾ കെ സാറ് ഞങ്ങളൊക്കെ കെ സാർ തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ പേര് എനിക്ക് വ്യക്തമായിട്ട് എനിക്കറിയില്ല. പിന്നെയാണ് പേര് ഞാൻ ക്ലിയർ ആയിട്ട് പഠിച്ചത്. ഞാൻ വരെ കെ സാർ എന്നാണ് ഞാൻ എൻ്റെ ഫോണിൽ പോലും സേവ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നല്ല എന്ത് സംശയവും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ വന്നിരിക്കുമ്പോഴും പിന്നെ ഇനിയിപ്പോൾ ആ ഒരു വിടവ് എപ്പോഴും എനിക്ക് തോന്നും. കാരണം ഞാൻ കാര്യമായിട്ട് ആ ഏരിയയിലാണ് അധികം വന്നിരുന്ന് ഇവരൊക്കെ ആയിട്ട് സംസാരിക്കലും തമാശ പറയലൊക്കെ ഉള്ളൊരു സംവിധാനമാണ്. അപ്പോൾ വളരെയേറെ ഒരു വിഷമമുണ്ട് കെ സാറ് പോകുന്നതിൽ, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ. എയർഫോഴ്സിലാണ് കൃഷ്ണകുമാർ തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. 20 വർഷത്തിന് ശേഷം ഗ്രാമപഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിൽ ജോലിയിൽ പ്രവേശിച്ചു. ക്ലർക്കായി തുടങ്ങി തിരുവാലിയിലും പോരൂരിലുമായി കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ചു. തിരുവാലിയിൽ നിന്ന് തന്നെയാണ് വിരമിക്കുന്നത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അദ്ദേഹത്തിന് സഹപ്രവർത്തകരുടെ വകയായുള്ള ഉപഹാരങ്ങൾ കൈമാറി. വൈസ് പ്രസിഡന്റ് മുഹമ്മദ് നജീബ്, പഞ്ചായത്ത് സെക്രട്ടറി PM മേദിനി, അസിസ്റ്റന്റ് സെക്രട്ടറി PA അബ്ദുൽ സമദ്, ഹെഡ് ക്ലർക്ക് CK പ്രജീഷ്, പഞ്ചായത്ത് മെമ്പർമാർ, സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. 1988 നവംബറിൽ തുടങ്ങിയ ഒരു യാത്ര 2008 അവസാനിച്ചു. 2008 നവംബർ 30 അവസാനിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും 2013 മാർച്ചിൽ തിരുവാലി പഞ്ചായത്തിൽ ജോയിൻ ചെയ്ത് പഞ്ചായത്തിൽ നിന്ന് വിരമിക്കാൻ ഉള്ള ഭാഗ്യം എനിക്കുണ്ടായി. ചുരുങ്ങിയ വർഷമായി സർവീസിനായിട്ട് ഒരു 10-13 വർഷം തികഞ്ഞിട്ടില്ല. അതുകൊണ്ട് പഞ്ചായത്തിനെ കുറിച്ചൊന്നും വല്ല അറിവൊന്നുമില്ല. ഒരു പരിമിതമായ അറിവ് മാത്രമേ ഉള്ളൂ പഞ്ചായത്തിനെ കുറിച്ച്. പിന്നെ കമ്മീഷൻ്റെ ഒപ്പമാണ് ഏറ്റവും അധികം വർക്ക് ചെയ്ത് 8-9 വർഷം. പിന്നെ ജോയിൻ ചെയ്ത് 3-ാം മാസം മുതൽ പ്ലാൻ സീറ്റ് തികച്ചു വന്നു. അന്നിവിടെ സ്റ്റാഫ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ഈ 13 വർഷത്തിലൊരു 11 വർഷം പ്ലാൻ സീറ്റ് തന്നെയായിരുന്നു. വേറെ സീറ്റുകളൊന്നും അങ്ങനെ കൈകാര്യം ചെയ്തിട്ടില്ല. ഇടയ്ക്ക് ബിൽഡിങ്ങൊക്കെ കുറച്ച് ഇങ്ങനെ കൈവച്ചു എന്നല്ലാതെ മറ്റ് സീറ്റുകളിലൊന്നും അധികം വർക്ക് ചെയ്തിട്ടില്ല. ഏതായാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് എൻ്റെ സർവീസ് കഴിഞ്ഞു. പിന്നെ ആദ്യത്തെ സർവീസ് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം പോയി. രണ്ടാമത്തെ സർവീസ് സർക്കാരിൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ പോയി. ഒന്ന് വളരെ അടുത്താണ്, ഇത് അനിവാര്യമായ വിടവാണ്. പിന്നെ വേറെ എല്ലാം എൻ്റെ സർവീസിൽ എന്നെ സഹിച്ച എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവാലി. ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ. സ്വാഗതം പരിശുദ്ധാഭരണങ്ങളുടെ ഈ വിസ്മയത്തിലേക്ക്. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ.